ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എന്തോ മേടിച്ചടി? അതെ, കുറേ നാളായി നമ്മൾ മന്തിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കുറേ നാളായി. ഗബ്രൂട്ടൻ സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ, സൂപ്പറാണെന്ന് പറഞ്ഞു ഗബ്രൂട്ടൻ. നമ്മൾ മൈനസ് ഒന്നും കൊടുത്തില്ല കേട്ടോ ഗബ്രൂട്ടന് ജസ്റ്റ് ആ റൈസും പിന്നെ ചെറിയതായിട്ട് ചിക്കൻ പീസും ഇട്ട് കൊടുത്തതേ ഉള്ളൂ. മയനൈസും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല, പച്ചമുട്ട ഇല്ല അതുകൊണ്ട് കൊടുക്കത്തില്ല. നമ്മുടെ പ്രിൻസും കഴിക്കത്തില്ല കേട്ടോ, പ്രിൻസിന് അത് കഴിക്കുമ്പോൾ ഛർദ്ദിക്കും. മയനൈസ് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം ഛർദ്ദിക്കും. എന്താ കാര്യം ഒന്നും അറിയത്തില്ല, പക്ഷെ മയനൈസ് കഴിക്കത്തില്ല. പണ്ടൊരു ദിവസം കൊടുത്തിട്ട് ഛർദ്ദിച്ചില്ലായിരുന്നു. നമ്മുടെ അഷ്റഫിക്കാടെ വീട്ടിൽ വെച്ച് കൊടുത്തപ്പോഴും ഛർദ്ദിച്ചില്ലായിരുന്നു. പ്രിൻസിക്ക് പിന്നെ ഒരു ശകലം മതി കേട്ടോ, അതുകൊണ്ട് പ്രിൻസി അങ്ങനെ അധികം കഴിക്കാറില്ല. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നില്ല, ഇതിപ്പോൾ ബാക്കി വയ്ക്കും. എന്നിട്ട് എൻ്റെ അടുത്തെന്ന് പറയും ഇത് രാവിലെ ഞാൻ കഴിച്ചോളാം വല്യപ്പാന്ന് പറഞ്ഞിട്ട് എടുത്ത് അകത്തോണ്ട് വയ്ക്കും. പക്ഷെ രാവിലെ കിട്ടത്തില്ല, രാവിലെ ആരെടുക്കും? അപ്പോൾ വേണ്ട, നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ അമ്മയുടെ മടിയിരുന്നുകൊണ്ട് കഴിക്കുക. അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അമ്മയുടെ മടിയിരുന്നുകൊണ്ട് അവനും കഴിക്കുക. ഡോറയ്ക്കാണെങ്കിൽ ഭയങ്കര അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? വേണ്ട, അതിനെ കുറിച്ച് ഒന്നും പറയണ്ട, വേണ്ട. ഇനി അതിനെ കുറിച്ച് ഒന്നും പറയണ്ട, ഇനി അതിനെ കുറിച്ച് ഒന്നും പറയണ്ട. ഇവിടെ നമ്മുടെ ഡോറയ്ക്കാണെങ്കിലേ ഫുഡ് ഇത് അൽഫാം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പുള്ളിക്കാരി പറയാതിരിക്കുക. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയപ്പോൾ കുറേ പൈസ ചിലവായില്ലേ. അപ്പോൾ പുള്ളിക്കാരി ആണെങ്കിൽ എൻ്റെ അടുത്ത് പറയാം ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചു തരട്ടെ എന്ന്. അപ്പം പറയാം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ പേടിയായിരുന്നു എന്ന്. അവൾ പറയത്തില്ല, പറയാതെ തന്നെ ഞാൻ മിക്കപ്പോഴും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മേടിച്ച് കൊടുത്താൽ എന്താണ്. എപ്പോഴൊന്നും മേടിക്കാറില്ല കേട്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മേടിക്കുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ പിള്ളേരെ ഒന്നും അധികം പുറത്തോട്ടൊന്നും കൊണ്ടുപോകാത്തത് കൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നും ഇവിടെ മേടിച്ച് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനെന്ന്. അപ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വട്ടം വാങ്ങിക്കും. അത് മാസത്തിലും മേടിക്കത്തില്ല, ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോഴേക്കായിരിക്കും ഞങ്ങൾ മേടിക്കുന്നത്. അമ്മ വീട്ടിൽ വയ്ക്കണം. അമ്മ എന്തിനാ പോകുന്നത് പുറത്ത്? അല്ല, അമ്മ ഉള്ളപ്പോഴേ ലാസ്റ്റ് മേടിച്ചതല്ലേ? അല്ല പിന്നെ അല്ല ആര്യം ഉള്ളപ്പോൾ, ശരി, ആര്യം ഉള്ളപ്പോഴാണ് ലാസ്റ്റ് മേടിച്ചത്. ആര്യം സെയ്തൊക്കെ വന്ന സമയത്ത് ലാസ്റ്റ് മേടിച്ചത്. അല്ല, അമ്മ ഉള്ളപ്പോൾ നമ്മൾ ഒരു വട്ടം വാങ്ങിച്ചത്. അന്ന് നമ്മുടെ സാവിത്രിയമ്മ എല്ലാവരും ഉള്ളപ്പം അന്ന് ഇത്രയും മേടിച്ച് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് വഴക്കും പറഞ്ഞു തന്നെ. ഉണ്ടായിരുന്നു സാവിത്രിയമ്മ അച്ഛനെല്ലാം പോകുന്നതിന് മുമ്പേ. അപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ ചെറിയൊരു വിശേഷം ഇതാണ്. ഓ സൂപ്പറാണോ? സൂപ്പറാണെന്ന് കേട്ടാ, സൂപ്പറാണോ? ഗബ്രൂസിന് ഇഷ്ടപ്പെട്ടാ? കൊള്ളാവോ? ഉപ്പ് എരിവൊക്കെ ഉണ്ടാ? കൊച്ചിങ്ങനെ കയ്യും പൊക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. സൂപ്പർ. അപ്പോൾ ഇനി ഞാനും കൂടെ കഴിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ കൊച്ചു വിശേഷം. സത്യം പറഞ്ഞാൽ ഷോർട്സിനുള്ളേ ഉള്ളു, എന്നാലും കിടക്കട്ടെ. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ, അപ്പം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഇടാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഇടാത്തത്. കാരണം ഞാനും വയ്യാണ്ടിരിക്കുകയാണ്, പിന്നെ ഡോറയാണ് ഇപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ സമയമില്ല. ഡോറ പണിയെല്ലാം ചെയ്ത് വരുമ്പോഴത്തെ അത്യാവശ്യം ഒരു സമയമാവും. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും സമയമില്ല. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസമായതാണ് അമ്മയും വന്നിട്ട്. അപ്പോൾ കൊച്ചിനെയൊക്കെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റത്തില്ല. മിക്കപ്പോഴും നമ്മൾ പ്രിൻസിൻ്റെയും കയ്യിലാണ് കുഞ്ഞിനെ കൊടുത്തിട്ട് നമ്മൾ മിക്കപ്പോഴും വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ വയ്യാതായി കഴിഞ്ഞപ്പോഴത്തെ പിന്നെ ഒന്നിനും പറ്റാതായതുകൊണ്ട് അങ്ങനെ ലോങ് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇടയ്ക്ക് ഷോർട്സ്, അതും പണ്ട് എടുത്തു വെച്ച ഷോർട്സുകളാണ് ഞങ്ങളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കയറ്റി വിടുന്നത്. ഈ കുറേ ഷോർട്സിനുള്ള സാധനങ്ങൾ കുറേ ഫോണിലുണ്ട്, അതാ ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കയറ്റി വിടുന്നത്. എടുക്കാനായിട്ടൊന്നിനും സമയം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.